തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും ഇവിടുത്തെ രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ്. അതിനേക്കാൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ് ചില നേതാക്കളുടെ വീട്ടിലെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടാൽ ഇമ്മക്ക് ചിരിക്കണോ കരയണോ എന്നറിയാണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചില വീട്ടുവിശേഷങ്ങൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലെത്തിയാൽ അത് കോൺഗ്രസ് നേതാവിന്റെ വീടാണോ അതോ BJP നേതാവിന്റെ വീടാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വരില്ലേ? എന്താ ചെയ്യാ? അച്ഛൻ ഉറങ്ങാത്ത വീടും സഹോദരൻ ഉറങ്ങാത്ത വീടുമൊക്കെ എന്തോരം വീടുകളാണല്ലോ എവിടെയുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ടെൻഷൻ ഒരു കാര്യമാണ്. പറഞ്ഞു ഇനി അവസാനം BJP ഇവിടെ അക്കൗണ്ട് തുറക്കുമോ? പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ നിന്ന് ഇവരൊക്കെ ഇറങ്ങിപ്പോയി BJPയിൽ ചേർന്നതും പോരാ, അവരായിട്ടൊരു അക്കൗണ്ട് BJPക്ക് ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ കഥ? BJPക്ക് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒട്ടു കുറയും. 70 സീറ്റിൽ അവർ 3ാം സ്ഥാനത്തായിരിക്കും. കട്ടായം എഴുതി വെച്ചു. AK ആന്റണി ഭയങ്കര കോൺഫിഡൻസിലാണ് BJP കേരളത്തിൽ ജയിക്കാനും പോണില്ല, 20 സീറ്റിലും അവർ 3ാം സ്ഥാനത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. എന്നാലും AK ആന്റണിയുടെ മകൻ K കരുണാകരന്റെ മകള് എല്ലാവരും ഇപ്പൊ മോദി ഗ്യാരണ്ടിയുടെ ഫാൻസ് അല്ലേ. അപ്പൊ ചിലപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറാനൊരു ചാൻസ് ഇല്ലാതില്ലല്ലോ. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല. മക്കളെ കുറിച്ചൊന്നും എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ടെന്നാണ് AK ആന്റണി പറയുന്നത്. ഇത്ര ചെറുപ്പത്തിലെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ നല്ല വാക്കുകൾ കേൾപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു അനിൽജി? പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോ ആ മുഖത്തെ ദുഃഖം കണ്ടോ? ആര് കാണാൻ, ആരോട് പറയാൻ? സാരമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചു. പകരം ഞാനൊരു തെങ്ങ് വെച്ചു. 18 പട്ട. തെങ്ങ് ചതിക്കില്ല, ഇത് കൽപ്പവൃക്ഷമാ. ഇന്ന് ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ള, ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ രാഷ്ട്രീയത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കാരണം ഞാൻ BJPയിൽ പ്രവേശിച്ചു. മോദിജി എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ജിമാരുടെ അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണ്. കേട്ടോ അച്ഛനാണ് അനിൽജിയുടെ വാദം. ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ 2 ശബ്ദം വരുമ്പോൾ അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ. AK ആന്റണി പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങുമോ, സ്വന്തം മോൻ ജയിക്കണം എന്നാണോ തോൽക്കണം എന്നാണോ AK ആന്റണി ആഗ്രഹിക്കുന്നുണ്ടാവാന്നൊക്കെയാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ. എനിക്കൊരു പാട്ട് തോക്കണം. അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റണി ജയിക്കണം. അതാണ് AK ആന്റണി കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. എന്റെ മകൻ പത്തനംതിട്ടയിൽ തോൽക്കണം, അവിടെ ആന്റണി ജയിക്കും. ആ പാവം സങ്കടം കടിച്ചമർത്തി പറഞ്ഞിട്ടും അനിൽജിക്ക് കുലുക്കൊന്നുമില്ല കേട്ടോ. മോദിജിയുടെ ചെച്ചുരുവാവയായ ജിമാരുടെ കണ്ണിലുണ്ണിയായ ഞങ്ങളുടെ അനിൽജി അല്ലെങ്കിൽ എന്തിനു കുലുങ്ങണ? ഹേ, ഞാനത് കേട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ കുടുംബകാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാം. മോദിജി 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും. പത്തനംതിട്ടയിൽ അനിൽ K ആന്റണി വിജയിക്കും. ഒന്ന് വീതം 3 നേരം പോലെ മോദി സ്തുതി ഇങ്ങനെ പാടി നടക്കുക. അത് കേട്ടുകൊണ്ടിരിക്കണ AK ആന്റണിയുടെ ഒരു അവസ്ഥ. സീറ്റിനും കസേരയ്ക്കും സ്റ്റേജിലെ മുൻനിരയ്ക്കും വേണ്ടി തല്ലൂടുന്ന പാർട്ടിയായിരുന്നിട്ടും നിനക്ക് എന്തൊക്കെ പരിഗണന തന്നു മോനെ. രാഷ്ട്രീയ പ്രവേശനം നടത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ് പരിപാടികളിലെ സ്റ്റേജിൽ സീറ്റ് തന്നില്ലേ? എന്നിട്ടും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും ആ ദുഃഖഭാരം കിട്ട് മനസ്സിൽ നിന്ന് മാറണില്ല. എത്രയൊക്കെ ദുഃഖം കാണിച്ചിട്ടും ഒരു കാര്യമില്ലേട്ടാ. നമ്മുടെ ഉണ്ണി ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, മാറിയിരിക്കണു, ആകെ മാറിയിരിക്കണു. ഇപ്പൊ മൂപ്പരുടെ വർത്താനം കേട്ടാല് ഇതെന്താ, പണ്ടത്തെ അനിൽ ആന്റണി തന്നെയാണോ ഇതെന്ന് നമുക്ക് തോന്നും. 2014 തൊട്ട് ശ്രീ AK ആന്റണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, എൻ്റെ പിതാവാണ്. പക്ഷേ 2014 തൊട്ട് ശ്രീ AK ആന്റണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. 2014 കഴിഞ്ഞ് കോൺഗ്രസ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ? 2014
പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത്. 2019 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത്. 2016 2021 സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്ക് റോയ് എന്നൊരു മകനില്ല. ഞാനോ എന്റെ ഭാര്യയോ മക്കളോ ആയിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ല. അത് ഇന്നോടെ മുറിഞ്ഞു. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നാണല്ലോ ചൊല്ല്. ഇനിയിപ്പോ അത് പറഞ്ഞ് ആശ്വസിക്കാം. എന്നാലും പത്തനംതിട്ടയില് മോൻ തോൽക്കും നാണായിട്ട് പറഞ്ഞപ്പോ ആ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്നാണ് എല്ലാരും ചോദിക്കണത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കള് തോക്കണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അത് ഏത് പാർട്ടിയായാലും. എന്റെ അനുഭവം അതാണ്. അല്ല, ഇതാരിത്? ഈ സിറ്റുവേഷൻ അഭിപ്രായം പറയാൻ പറ്റിയ ആൾ തന്നെ. പത്മജാജി ഇപ്പൊ ആളാകെ മാറിട്ടോ. എന്ത് ധൈര്യാണെന്നോ ഇപ്പോ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുരളി മന്ദിരത്തിൽ വെച്ച് 19 യൂത്ത് കോൺഗ്രസ്സുകാർക്ക് BJP അംഗത്വം പുള്ളിക്കാരി കൊടുക്കോ? അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഇന്ന് ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണ്. അത് വളരെ ദൗർഭാഗ്യകരമായി പോയി. അമ്മയുടെ ഓർമ്മ ദിനം ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയാക്കിയിട്ടില്ല. അതുവരെ കോൺഗ്രസ് DCC എല്ലാ വർഷവും ഓർമ്മ ദിനം ആചരിച്ചിട്ടുണ്ട്. അന്ന് പോലും രാഷ്ട്രീയം അവിടെ പറഞ്ഞിട്ടില്ല. ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവരത്തിലൊന്നും നിർത്തില്ല ഞാൻ. ഇനി ഞാൻ തുടങ്ങും. ഇനിയിപ്പോ അസംബ്ലി ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ല തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ സമയം കിട്ടും. എല്ലാ സ്ഥലത്തും ഞാൻ പോകും പറ്റുന്നവർ. കാരണം എനിക്കറിയാം അവരെന്നോട് സങ്കടം പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇവരെല്ലാവരും സങ്കടം പറഞ്ഞിരുന്ന എന്നോടാ, കോൺഗ്രസ്സുകാർ പലരും. അപ്പൊ എനിക്ക് ആളെ പിടിക്കാൻ എളുപ്പം. നേരെ പോയി അവരെ കിട്ടി കൊണ്ടുവന്നാൽ മതി. കാരണം എന്താന്ന് വെച്ചാൽ അത്രയും സങ്കടപ്പെട്ട അവരവിടെ നിൽക്കുന്നത്. അപ്പൊ ആളുകളെ ചാക്കിട്ട് പിടിച്ചോണ്ട് വരണതെന്ന് സമ്മതിച്ചൂലേ കൊച്ചു ഗള്ളി. അപ്പൊ ഇനി ആരൊക്കെയാണാവോ പത്മജാജി ഇതുപോലെ പിടിച്ചോണ്ട് പോകാൻ പോണത്? പാവം കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചിലിപ്പോ തീയായിരിക്കും. അല്ലാണ്ട് പത്മജ വേണുഗോപാല് ഇറങ്ങില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ പത്മജയ്ക്ക് എന്ത് കഴിവുണ്ട്, അല്ലെങ്കിൽ പത്മയ്ക്ക് കോൺഗ്രസ്സുകാരായിട്ടുള്ള എന്താ ബന്ധം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരാളെ പോലും കിട്ടില്ല. ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നതോടെ തൃശ്ശൂര് ഈ സാധനത്തിന്റെ പണി തീർന്നിരിക്കും. പണി തീർക്കും. തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ് ഇന്നുണ്ടായത്. ഏതായാലും അത് ഭാവിയിൽ ആവർത്തിക്കാതെ ഞാൻ ശ്രദ്ധിക്കും. കാരണം 26 വരെ ഞാൻ ആത്മസമരം ഭരിക്കാൻ. 26 കഴിയട്ടെ. അപ്പൊ ഇലക്ഷൻ കഴിയുമ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. തെരഞ്ഞെടുപ്പ് ആയോണ്ട് അപ്പൊ മിണ്ടാണ്ട് ഉരിയാടാണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണല്ലേ. ഇത് കൂടാണ്ട് എന്റെ ബന്ധങ്ങള് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും ഇന്ന് എന്റെ അമ്മ മരിച്ച ദിവസമാണ്. അമ്മ മരിച്ച 31 കൊല്ലമായി. അപ്പോൾ ഞാൻ എന്നും ഇവിടെ ബലിയിടും. ഞാൻ ഈ വീടിന്റെ കാര്യത്തിലൊന്നും പറയാറില്ല. ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്ന വീടാണ്. പക്ഷെ ഞാൻ നല്ല മനസ്സായതുകൊണ്ട് പറഞ്ഞു ചേട്ടനും എന്നും വന്ന് അമ്മയുടെ അടുത്ത് തൊഴുണ്ട്. ഈ വീട് ഞാൻ വിൽക്കാനൊന്നും പോകുന്നില്ല. പത്മജാജി ഭയങ്കര പാവാണെന്ന് പത്മജാജി തന്നെ പറയണത് കേട്ടില്ലേ മുരളീധരേട്ടാ? ഇനിയും വാശിയും വൈരാഗ്യമൊക്കെ വേണോ? മുരളീധരേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് പറയണത് കേട്ടില്ലേ? എന്നെ ചതിച്ചവരാണ് മുരളിയേട്ടന്റെ കൂടെ നടക്കണത്. മുരളിയേട്ടന്റെ ഗതി ഇനി എന്താവും എന്നൊക്കെ പറയണ കേട്ടില്ലേ? അത് BJPയിലേക്ക് മുരളീധരേട്ടൻ ആവാഹിക്കണതൊന്നല്ല കേട്ടോ, സ്നേഹം കൊണ്ട് പറയണതാ. ഞാൻ കുറെ കാലമായി തുടങ്ങി, അല്ലാതെ ഇന്നലെ കെട്ടിയിറങ്ങി വന്നതല്ല. ഓഹോ, മുരളീധരേട്ടൻ ആളാകെ റോങ് ആണല്ലോ. വേണ്ടാട്ടാ, മോദിജിയുടെ ഫാൻകളുടെ അടുത്ത് വിളച്ചിലെടുക്കണ്ട കേട്ടല്ലോ. മോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ആരാധനയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇതിലെത്തിച്ചത്. കാരണം അദ്ദേഹം സ്വന്തം കുടുംബമായിട്ട് കാണുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയാണ്. പിന്നെ അദ്ദേഹം സ്ത്രീകളോട് കാണിക്കുന്ന റെസ്പെക്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്, പണ്ടുണ്ടാവാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദിജിനെ കുറിച്ച് എത്ര പുകഴ്ത്തി പറഞ്ഞിട്ടും അതൊന്നും പോരാന്ന് തോന്നാണ്. ഒന്ന് വീതം 3 നേരം പോലെ ഇഞ്ഞും പറയണം. അപ്പോഴാണ് ഒരു സംതൃപ്തി ഉണ്ടാവുക. സുഹൃത്തുക്കളെ, പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തെ പറ്റി ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് നമ്മുടെ വിജയരാഘവന് പറയാനുള്ളത്. പാനൂരിൽ പൊട്ടിയതേ ബോംബല്ല, പടക്ക. പാനൂരിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു ബോംബ് സ്ഫോടനം നടന്നു. ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിലാണ് ആ സ്ഫോടനം നടന്നത്. ഒരാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് നിർമ്മാണം നടക്കുക, അതറിയാതെ പൊട്ടി ഒരു CPM പ്രവർത്തകൻ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ എവിടെ ഒരു തകരാറ് പോലെ തോന്നണില്ലേ? തോന്നലല്ല, മൊത്തം തകരാറാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇതങ്ങനെ പ്രാദേശിക തലത്തിൽ എടുക്കാൻ കഴിയാവുന്ന ഒരു തീരുമാനമല്ല. പടക്കമൊന്നുമല്ലല്ലോ, ബോംബല്ലേ.
അതുണ്ടാക്കുന്നതിൻ്റെ റിസ്ക് ഇൻവോൾവ് ആണ്, അതുണ്ടാക്കുന്നതിൻ്റെ ഒരു എക്സ്പേർട്ട് ടീം വേണം, അതിന് നോഹൗ വേണം. അപ്പോൾ അതൊക്കെ അറിയാവുന്ന ആളുകളെ ഒരു നിർദ്ദേശം കൊടുത്തുണ്ടാക്കിച്ചതാണെന്ന് ആർക്കാ അറിയാത്തത്? അയ്യോ ഷാഫി ചേട്ടാ, ചേട്ടന് തെറ്റിപ്പോയി. പൊട്ടിയത് ബോംബൊന്നുമല്ലെന്നേ, അതൊരു ചെറിയ പടക്കം പൊട്ടിയതാ. അത് ഇത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞേ അതൊരു വലിയ രാഷ്ട്രീയ സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞത്. ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടി ഇതെന്താണ് തെരഞ്ഞെടുപ്പ്? അതൊക്കെ ഈ അല്ല, പടക്കത്തിൻ്റെ ഏട്ടൻ കൂട്ടിയാൽ മതി. ആ ചിരിയും കളിയും കണ്ടില്ലേ? പടക്കല്ലെങ്കിൽ പടക്കത്തിന്റെ ഏട്ടൻ അത് അവിടെ ഇരുന്ന് ചെറുതായി ഒന്ന് പൊട്ടി, ഒരാള് ചെറുതായി ഒന്ന് മരിക്കുകയും ചെയ്തു. അതൊക്കെ എന്തിനാ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണത്? AK ബാലൻ പറഞ്ഞൊരു വലിയ പരാതി എന്താണ്? ഈ സഖാക്കളോട് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കാട്ടി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം, അല്ലെ നമ്മളെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുന്നതാണ്. ബാലനെ പേടിക്കേ വേണ്ട, ചിഹ്നം നല്ല ചിഹ്നം കൊടുക്കുന്നുണ്ട്, ബോംബാക്കിയാൽ മതി. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല CPM-ന്റെ ചിഹ്നം ബോംബാണ്. അത് ആക്കി കൊടുത്താൽ പിന്നെ ആ ടെൻഷൻ വെക്കണ്ട, പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ. ബോംബല്ല ഷാജിയേട്ടാ, പടക്കം. പടക്കങ്ങൾ എന്നും ഞങ്ങളുടെ വിജയരാഘവേട്ടന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ പടക്കമല്ല അത് ഞാൻ പറയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വേണ്ട, തെരഞ്ഞെടുപ്പ് കാലല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ബോംബൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അപ്പോൾ ഞങ്ങളെ മേലെ ആ ആക്ഷേപം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുപടി പറയും. അതാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ ബോംബുണ്ടാക്കേ? അങ്ങനൊരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. ഒക്കെ കരിവാരി തേക്കാനുള്ള ശ്രമം തന്നെ, അല്ലാണ്ട് എന്താ പറയാ. അങ്ങനെയാണെങ്കിൽ DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് എന്തിനാണാവോ അല്ലേ? ഒരു DYFI നേതാവിനെ പിടിച്ചു എന്നാണ്, രണ്ടാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. DYFI നേതാവിനെ പിടിച്ചു എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു എന്താ പ്രശ്നം. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുമ്പന്തിയിൽ നിന്ന് അവരെ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു DYFI പ്രവർത്തകനാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇതാണ്ടായത്. അങ്ങനെ പറയേ, നമുക്കതൊക്കെ അപ്പോഴേ തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോ രക്ഷാപ്രവർത്തനം നടത്തിയതിനാണ് പോലീസുകാർ ആ പാവം DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. നിങ്ങളുടെയൊക്കെ എന്ത് മനസ്സാണ്, മനുഷ്യത്തുണ്ടോ കുറച്ച്? പണ്ട് നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ തലക്കടിച്ച് ICUലാക്കി എല്ലാരെയും രക്ഷിച്ചില്ലേ? ആ പാരമ്പര്യം അവർ കളയാണ്ടിരിക്കുവോ? അല്ലേ മാഷേ? പാനൂരിൽ ബോംബ് ഉണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്ക് മേലെ പ്രയോഗിക്കാനാണെന്ന് എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പണ്ട് AKG സെന്ററിന് നേരെ പടക്കേറുണ്ടായപ്പോൾ നമ്മുടെ കോംറേഡ്സ് പറഞ്ഞു, അയ്യോ ബോംബാണ് എറിഞ്ഞത്, കിടുങ്ങിപ്പോയ ഒച്ചുണ്ടായി എന്നൊക്കെ. ഇപ്പൊ പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ പറയുന്നു അത് ബോംബല്ല പടക്കാണെന്ന്. അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ ഇത്ര ആധികാരികമായിട്ട് പറയണത് എന്താണ്? നിങ്ങളെല്ലാവരും ബോംബ് വിദഗ്ധരാണോ? അല്ല പിന്നെ. മുഖ്യമന്ത്രി മൈക്കും തമ്മിലുള്ള പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് പണിമുടക്കി. കഴിഞ്ഞ ദിവസത്തെ പത്തനംതിട്ട അടൂരിൽ മുഖ്യമന്ത്രി നടത്തിയ തെരഞ്ഞെടുപ്പ് വാർത്താ സമ്മേളനത്തിനെ കുറിച്ചാണ് പറയാൻ പോണത്. കോട്ടയത്ത് തോമസ് ചാഴികാടന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ മൈക്ക് ഒടിഞ്ഞു വീണത് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇനി അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. എല്ലാം പരിശോധിച്ച് ഒരു പ്രശ്നവും ഇല്ലാണ്ട് സെറ്റായിട്ടിരിക്കണം കാര്യങ്ങൾ. മൈക്ക് ഓപ്പറേറ്ററുടെ പരിശോധന കൂടാണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെ മൈക്ക് പരിശോധിച്ചു. എല്ലാം ഓക്കെ. ഇനി മുഖ്യമന്ത്രിയുടെ വരവാണ്. അന്ന് തീപ്പൊരി പ്രസംഗം നടത്താൻ പറ്റാത്തതിന്റെ ക്ഷീണം ഇന്നങ്ങോട്ട് മാറ്റാന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു തുടങ്ങി. ഇടപെടലാണ് സർക്കാർ നടത്തിയത്. ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കുമല്ലോ അല്ലേ? പണിവാളും നേരം പെട്ടു മൈക്ക് ഓപ്പറേറ്ററും മൈക്ക് പരിശോധിച്ച ബാക്കി ആൾക്കാരും ഒക്കെ പെട്ടുട്ടാ. വേഗം തുടച്ച് ചെയ്തോ, അറിയാലോ, അല്ലെങ്കിൽ കേസായി, ജയിലായി, മൈക്കിന്റെ വിവാദമായി. ഒന്നും വേണ്ടെങ്കിൽ വേഗം ശരിയാക്കിക്കോ. പിന്നെ എല്ലാവരും ഓടടാ ഓട്ടം. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇത്തവണയും ഞങ്ങളുടെ മുഖ്യമന്ത്രി ക്ഷമിച്ചിരിക്കുന്നു. മൈക്ക് പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് വിശാല മനസ്കനായ നമ്മുടെ മുഖ്യമന്ത്രി മൈക്ക് ഓഫാക്കി മൈക്കില്ലാതെ പത്രസമ്മേളനം നടത്തുകയായിരുന്നു. സുഹൃത്തുക്കളെ, വീണ്ടും മൈക്ക് ഞങ്ങളുടെ CM-നെ അവഗണിച്ചു, അപമാനിച്ചു. എന്നിട്ടും ആ പാവം ചെറുചിരിയോടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇത്രയും സൗമ്യ സ്വഭാവമുള്ള ഭരണാധികാരിയെ കിട്ടാൻ നമ്മളൊക്കെ എന്ത് പുണ്യം ചെയ്താവോ അല്ലേ? എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.